ഓടിക്കോ, കടങ്കഥക്കരടി വരുന്നു. ആ വരട്ടെ, നോക്കാം. ആ നിൽക്ക്, ഒരു കടങ്കഥ ചോദിക്കാം. അയ്യോ, കുടുങ്ങി. ഒരുത്തൻ തലകുത്തി തൊട്ടടുത്തവനായി. അതിൻ്റെ അടുത്തവൻ തലകുത്തി അവൻ തന്നെയായി. ഉത്തരം പറ. ഹി. അറിയില്ല. മണ്ടൻ. അഹഹഹ. എങ്കിൽ നീ പറ. ഒരുത്തൻ തലകുത്തി തൊട്ടടുത്തവനായി. അഹഹ, മണ്ടന്മാർ. ഞങ്ങൾ പറയാം. ഉത്തരം രാ, ല, വ എന്നീ അക്ഷരങ്ങൾ. മിടുക്കന്മാർ. അഹഹഹ. എനിക്ക് ഒന്നും മനസ്സിലായില്ല. കാണിക്കാം. ദാ ഇത് മറുവശത്ത് നിന്ന് നോക്കിയാൽ തൊട്ടടുത്ത അക്ഷരം ല ആയില്ലേ? ഇനി ഇതിൻ്റെ അടുത്ത അക്ഷരം വ എഴുതാം. ഇത് തലതിരിച്ച് നോക്കിയാൽ വ തന്നെ. ആഹാ, നിങ്ങളുടെ ഒരു ബുദ്ധി. സൂത്ര, പിള്ളേർ തന്നെപ്പറ്റി ചിത്രകഥ വരച്ചു. ഹി. ഈ പിള്ളേരുടെ ഒരു കാര്യം. ചേട്ടനാ വരച്ചത്. ഇനി കഥ എഴുതണം. എഴുതാൻ ചേട്ടൻ ഇപ്പം വരും. ഹി. ശരു എഴുതാതെ തന്നെ ഈ കഥ എനിക്ക് പിടികിട്ടി. പറഞ്ഞു തരാം. ഹി. ഞാൻ ഈ കഥയിൽ സൂപ്പർ ഹീറോയാ. കണ്ടില്ലേ, കടിയൻ പോലും പേടിച്ച് വിറച്ചാ നിൽക്കുന്നത്. അതാ കടിയൻ എന്നെ പേടിച്ചോടുന്നു. അത് കൊള്ളാം. പോകുന്ന വഴിക്ക് അതാ ഒരു ആന. കടിയൻ കരഞ്ഞു. അയ്യോ ആന. ഞാൻ വിടുമോ? ആനയുടെ നേരെ ഒറ്റച്ചാട്ടം. ആനയെ ഞാൻ മലർത്തിയടിച്ചു. അത് കഴിഞ്ഞ് കടിയനെയും ഇടിച്ചു തോൽപ്പിച്ചു. അവസാനത്തെ ഡയലോഗ് സൂപ്പർ ഹീറോ സൂത്രൻ. ഹി. ചേട്ടൻ കഥ എഴുതാൻ പോകുകയാ. ചേട്ടൻ എഴുതി കഴിഞ്ഞു. വായിച്ചോ. ഇതായിരുന്നോ കഥ? എനിക്ക് ആനയെ തിന്നണം. താൻ പോയി പിടിക്ക്. ആനയെ ഞാൻ കാണിച്ചു തരാം. എന്നാൽ ആന സൂത്രനെ എടുത്തെറിഞ്ഞു. അവസാനത്തെ 3 കല്ലും തിരിഞ്ഞായിരുന്നത്. ദേഷ്യം വന്ന കടിയനും സൂത്രനെ ഇടിച്ചു. ആ കടിയൻ്റെ തലയിൽ ഇടുത്തി വീഴണേ. ഹഹഹ. ഹും. ഡുണ്ടുവിന് വലുതാവുമ്പോൾ ആരാകണം? അധ്യാപകൻ. അതെന്താ, ഡോക്ടറൊന്നും ആവേണ്ടേ? ഹേയ്, ഡോക്ടറേക്കാൾ കഴിവ് അധ്യാപകർക്കാ. ഗുഡ്. എങ്ങനെ മനസ്സിലായി? കഴിഞ്ഞ ആഴ്ച അമ്മാവൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു. ഡോക്ടർ അനസ്തേഷ്യ കൊടുത്തിട്ടും അമ്മാവൻ മയങ്ങിയില്ല. ഞാനപ്പോൾ സാറിനെ ഓർത്തു. എത്ര വേഗമാ സാർ ഞങ്ങളെയൊക്കെ ക്ലാസ് എടുത്ത് ഉറക്കുന്നത്.